മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളാണ് വൃത്തിയാക്കൽ ഇഷ്ടമുണ്ടായിരിക്കൂല എന്നുള്ളത്. ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. കൂട്ടത്തിൽ പറയാം, മദ്യം മയക്കുമരുന്ന് ലോകത്തെ പിടിച്ചു വിഴുങ്ങാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പരിഹാരത്തെ കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എല്ലായിടത്തും ഉണ്ട് വ്യാപകമായി. എന്താ നമ്മൾ വേണ്ടത്? 3 കാര്യങ്ങളാണ് മയക്കുമരുന്നിനെതിരെ വേണ്ടത്. 3 കാര്യങ്ങൾ. ഒന്ന്, ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക, അടയാളങ്ങളെ ശ്രദ്ധിക്കുക. ഉമ്മാര് വാപ്പാര് എല്ലാവരും അവനാന്റെ കുട്ടികളിൽ ലഹരിയുടെ അടയാളം കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്താ ലഹരിയുടെ അടയാളങ്ങൾ? ഓരോന്നിനും ഓരോ അടയാളമാണ്, ഒന്നിച്ച് പറയാൻ കഴിയൂല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ശരീരം മെല്ലിച്ചു വരിക, തടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക. കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം കാണുക, ലഹരിയുടെ അടയാളമാണ്. ഒഴിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുക, ലഹരിയുടെ അടയാളമാണ്. ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കുക, ലഹരിയുടെ അടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, ലഹരിയുടെ അടയാളമാണ്. 100 രൂപയിൽ താഴെയുള്ള 50 രൂപ, 20 രൂപ, 10 രൂപ പോലത്തെ ചെറിയ പൈസ കാണാതാകുക, പെരേന്ന് ലഹരിയുടെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക എന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. രാത്രി ഉറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരുന്നത് ലഹരിയുടെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുന്നത് ലഹരിയുടെ അടയാളമാണ്. റൂം വൃത്തിയാക്കുമ്പോൾ ചെറിയ ചെറിയ പെട്ടികൾ റൂമിൽ നിന്ന് ലഭിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടെങ്കിൽ ലഹരിയുടെ അടയാളമാണ്. അടുത്ത കുടുംബത്തോട് വലിയ ദേഷ്യം കാണിക്കുക എന്നത് ലഹരിയുടെ അടയാളമാണ്. ഉമ്മാനോടും പെങ്ങന്മാരോടും വലിയ ദേഷ്യം. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നു. ഇളയമാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് ഇടക്കിടക്ക് പോകുന്നു. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് ലഹരിയുടെ അടയാളമാണ്. രാത്രി ഉറക്കം കുറയുന്നത്, അമിതമായ ഉറക്കം കുറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ്. പാന്റ് തിരുമ്പുമ്പോൾ പോക്കറ്റിൽ നിന്ന് ചന്ദനത്തിരി പോലെയുള്ളതിന്റെ വാസന വരുന്നുവെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. 3 കാര്യമാണ് വേണ്ടത്. ആദ്യം വേണ്ടത് അടയാളം ശ്രദ്ധിക്കുക. രണ്ടാമത് വേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. ലഹരി എന്നത്, ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. നിലവിലെ സാഹചര്യത്തിൽ ചികിത്സിച്ചാൽ മാറും. അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറിയേക്കാം, പക്ഷെ അധികവും മാറാൻ സാധ്യതയില്ല. പണ്ടത്തെ കള്ളുടിയൊക്കെ ആണെങ്കിലും മാറുമായിരുന്നു. പണ്ടത്തെ ലക്ഷണങ്ങളും അങ്ങനെയാണെന്നാ. പണ്ടൊക്കെ കള്ളുടിച്ചാല് ഇങ്ങനെ WWW അങ്ങനെയാണ് വരിക. ഇപ്പൊ കള്ളുടിച്ച ആടൂല. ആ പണ്ടത്തെ സാധനം ആരെങ്കിലും പോയി കുടിച്ചെങ്കിൽ ആടിയെങ്കിലേ ഉള്ളൂ. വില കൂടിയതിനൊന്നും ആട്ടമില്ല, ആട്ടം നിർത്തി. പണ്ടൊക്കെ കള്ളുടിച്ചാല് കണ്ണുക്ക് നോക്കിയാൽ ചോന്ന കളർ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. കണ്ണിലൊറ്റിക്കണ മരുന്ന് അതിൻ്റെ ഒപ്പം കിട്ടും. അങ്ങനെയാണ്. പണ്ടൊക്കെ കള്ളുടിച്ചാൽ അടുത്തേക്ക് വരുമ്പോ ഒരു വാസന ഉണ്ടാവും. ഇപ്പൊ വാസന ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒപ്പം തൊള്ളയിലോട്ടുള്ള ഒരു പാക്കും കൂടിയും കൊടുക്കും. ഊതിന്റെ ഒക്കെ വാസന ഇക്കാരം. കള്ളുടിച്ച് വരുന്ന ആളെ കണ്ട ചിലപ്പം ദുബായിൽ നിന്ന് ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുന്നു. ഊതിന്റെ ഒക്കെ വാസനയുള്ള പാക്ക് എന്നിട്ട്. അപ്പൊ ആ അടയാളമൊന്നും നടക്കൂല. പഴയ അടയാളമൊന്നും ഇപ്പൊ ഇല്ല. പുതിയ അടയാളങ്ങളാണ്. ഇനിയും മാറും. ഇപ്പൊ നിലവിലുള്ള അടയാളങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. അപ്പൊ ഒന്നാമത് അടയാളം നോക്കുക. രണ്ടാമത് ചികിത്സിക്കുക. അഡിക്ഷനെ ചികിത്സിക്കുക. എല്ലാ അഡിക്ഷനുകളും മാറുന്നതാണ്. ഇനിയിപ്പോ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ വേറെ ഉണ്ട് കേട്ടോ. ലഹരി ഒന്നല്ല വലിയ അഡിക്ഷൻ. ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷനാണ്. ലഹരിയേക്കാൾ വലിയ അഡിക്ഷനാണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത്. ലഹരി അതിന്റെ താഴെ ഉള്ളൂ. ശരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ അഡിക്ഷനായി കണക്കാക്കപ്പെട്ടുള്ളത് ഗെയിമാണ്. അതിന്റെ താഴെയാണ് ലഹരി ഉള്ളത്. എല്ലാവർക്കും ഉള്ളൊരു അഡിക്ഷൻ ഉണ്ട്. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒഴിവാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകുക, ഇറങ്ങാണ്ട് ആ വണ്ടീൻ്റെ എടുക്കുക,
അങ്ങോട്ട് ഉന്തിയിട്ട് കാണുന്നതൊക്കെ വലിച്ചിടുക. അവസാനം കീശയിലുള്ള കായൊക്കെ കടന്നിട്ട് കഴിഞ്ഞപ്പോൾ ATM കാർഡ് കൊടുക്കുക. അഡിക്ഷനാണ് സാധനം. സൂപ്പർ മാർക്കറ്റിലേക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് എന്തൊക്കെ വാങ്ങേണ്ടതെന്നുള്ളതിൽ തീരുമാനം വേണം. അങ്ങനെ ചെന്നതിൻ്റെ ശേഷം നമ്മൾ വാങ്ങാൻ ചെന്ന സാധനങ്ങൾ വാങ്ങുക, അതിൻ്റെ ബില്ലടച്ചങ്ങാണ്ട് പോരുക. അല്ലാത്തത് അഡിക്ഷനാണ്. ശരിക്കും കണ്ടാൽ വാങ്ങാൻ തോന്നുക എന്നുള്ളത് അതും ഒരു അഡിക്ഷനാണ്. പക്ഷെ നോർമലാണ്, വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം. കായ് കുറച്ചാണ്ട് പോകുന്നേ ഉള്ളൂ, ഒന്നും സംഭവിക്കൊന്നുമില്ല. അതേ സമയത്ത് ഗെയിം അഡിക്ഷൻ അങ്ങനെയല്ല. ഗെയിം അഡിക്ഷൻ ജീവൻ കളി. മറ്റൊന്നാണ് ലഹരിയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത്. ലഹരി അഡിക്ഷൻ ചികിത്സിച്ചാൽ മാറും. അപ്പൊ ഒന്നാമത്തേത് അടയാളങ്ങൾ ശ്രദ്ധിക്കലാണ്, രണ്ടാമത്തേത് ചികിത്സിക്കലാണ്, മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. എവിടെ നിന്നാണോ ഈ മുസീബത്ത് പിടികൂടിയത് ആ വഴിക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. കാരണം ലഹരിയുടെ ഉപയോഗം എന്നത് പൈശാചികതയാണ്. അത് മടങ്ങി വരും. അതുകൊണ്ട് ആ വഴിക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. എത്ര ഉറുപ്പ്യന്റെ നഷ്ടം ഉണ്ടായാലും ശരി, എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായാലും ശരി, ഉടച്ചോനെ റബ്ബെ ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ, എത്ര ഉറുപ്പ്യന്റെ നഷ്ടം ഉണ്ടായാലും ശരി, ഏത് കോഴ്സ് നഷ്ടപ്പെട്ടാലും ശരി, ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടി വന്നാലും ശരി, ഏത് സൂപ്പർ മാർക്കറ്റ് ഒഴിവാക്കേണ്ടി വന്നാലും ശരി, എവിടുന്നാണോ തുടങ്ങിയത് അവിടേക്ക് പിന്നെ പറഞ്ഞയക്കാൻ പാടില്ല. പറഞ്ഞയച്ചാൽ രണ്ടാമത് പിടികൂടും. ലഹരിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരാൾ കള്ളുടിച്ചിരുന്ന ആള് മുസ്ലിമായി എന്ന് വിചാരിക്കുക, 4 കൊല്ലം കഴിഞ്ഞ് കള്ള് ഷാപ്പിന്റെ അടുത്ത് എത്തിയാലും ഓന് പിന്നെയും കുടിച്ചാൽ തോന്നും. വിശ്വാസം കൊണ്ട് സ്വഭാവം മാറൂല എന്നാണ്. സ്വഭാവം തലമുറകൾ മാറിയാലേ മാറുള്ളൂ. അവർ സ്വഭാവം വന്നു പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് അവനെ മാറ്റണം. സാഹചര്യം പഴയത് തന്നെയാണെങ്കിൽ പഴയതിലേക്ക് മടങ്ങും. അത് ഞാൻ 10,000 ഉറുപ്പ്യന്റെ ഗുളി കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. 8 ദിവസം ഓനെ അഡ്മിറ്റ് ആക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പഴയ സാഹചര്യത്തിലേക്ക് മടങ്ങിയാൽ പഴയതുപോലെ കുടിയനാവും. അപ്പൊ കൂട്ടത്ത് പറഞ്ഞതാണ്